ഹലോ, നമസ്കാരം. ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് സംഗീതകലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ. ഓക്കെ അല്ലേ? തുടങ്ങാം. സ്വാതി തിരുനാൾ സംഗീതജ്ഞരിലെ ചക്രവർത്തി എന്നും ചക്രവർത്തിമാരിലെ സംഗീതജ്ഞനെന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. അപ്പോൾ എങ്ങനെയാണ് സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നത്? സംഗീതജ്ഞരിലെ ചക്രവർത്തി എന്നും ചക്രവർത്തിമാരിലെ സംഗീതജ്ഞരെന്നും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു സ്വാതി തിരുനാൾ. കേരള സംഗീത കലയുടെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പം കേരള സംഗീത കലയുടെ സുവർണ കാലഘട്ടം ആരുടെയായിരുന്നു? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദിയാണ് കുതിരമാളിക അങ്കണം, അതായത് തിരുവനന്തപുരം കോട്ടയ്ക്കകം. അപ്പോൾ സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദിയാണ് കുതിരമാളിക അങ്കണം, തിരുവനന്തപുരം കോട്ടയ്ക്കകം. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം. അത് കൊടുത്തു തുടങ്ങിയത് 1997. അപ്പോൾ സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് ഏത്? സ്വാതി തിരുനാൾ പുരസ്കാരം 1997. ആദ്യ സ്വാതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. അപ്പം ആദ്യ സ്വാതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച വനിത DK പട്ടമ്മാൾ. അപ്പോൾ ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച വനിത ആരാണടെ? DK പട്ടമ്മാൾ. ശ്രദ്ധിച്ചോ, ഇതൊക്കെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച ഉപകരണ സംഗീത വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ, അതായത് ഷെഹനായി. ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച ഉപകരണ സംഗീത വിദഗ്ധൻ ആരാണ്? ബിസ്മില്ല ഖാൻ ഷെഹനായി. സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് 1939 തിരുവനന്തപുരം. അപ്പോൾ സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1939 തിരുവനന്തപുരം. അടുത്തത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. 1896 മുതൽ 1974 വരെയാണ് കാലഘട്ടം. അപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1896 1974. കർണാടക സംഗീതത്തിലെ പ്രസിദ്ധനായ സംഗീതജ്ഞൻ. അപ്പം കർണാടക സംഗീതത്തിലെ പ്രസിദ്ധനായ സംഗീതജ്ഞനാണ് ആര്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. 1896 സെപ്റ്റംബർ 1 പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്തുള്ള ചെമ്പൈ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അപ്പോൾ 1896 സെപ്റ്റംബർ 1 പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്തുള്ള ചെമ്പൈ എന്ന ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായാണ് വർഷം തോറും ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. അപ്പം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായാണ് വർഷം തോറും എവിടെയാണ്? ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. അടുത്തത് ഞെരളത്ത് രാമപൊതുവാൾ. വർഷം 1916 മുതൽ 1996 വരെയാണ് എൻ്റെ കാലഘട്ടം. അപ്പം ഞെരളത്ത് രാമപൊതുവാൾ 1916 to 1996. സോപാന സംഗീതത്തിൻ്റെ കുലപതി. അപ്പോൾ സോപാന സംഗീതത്തിൻ്റെ കുലപതി ആരാണ്? ഞെരളത്ത് രാമ പൊതുവാൾ. പാലക്കാട് ജില്ലയിൽ ജനനം. അപ്പോൾ എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലാണ് ജനനം. ഞെരളത്ത് രാമ പൊതുവാളിൻ്റെ ആത്മകഥയാണ് സോപാനം. അപ്പോൾ ഞെരളത്ത് രാമ പൊതുവാളിൻ്റെ ആത്മകഥ ഏതാണ്? സോപാനം. അടുത്തത് പാലക്കാട് മണി അയ്യർ. കാലഘട്ടം 1912 മുതൽ 1981 വരെ. അപ്പോൾ പാലക്കാട് മണി അയ്യർ 1912 to 1981. കർണാടക സംഗീതത്തിലെ മൃദംഗ വിദ്വാൻ. അപ്പോൾ കർണാടക സംഗീതത്തിൽ ആരാണ്? മൃദംഗ വിദ്വാനാണ് ആര്? പാലക്കാട് മണി അയ്യർ. 1912 പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിൽ ജനിച്ചു. അപ്പോൾ 1912 പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിൽ ജനിച്ചു. മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആരെ? പാലക്കാട് മണി അയ്യർ. അടുത്തത് വാദ്യോപകരണങ്ങളും ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളും. അപ്പം വാദ്യോപകരണങ്ങളും ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളും. പുല്ലാങ്കുഴൽ ഹരിപ്രസാദ് ചൗധരി, കുടമാളൂർ ജനാർദ്ദനൻ, പന്നലാൽ ഘോഷ്. അപ്പോൾ ആരൊക്കെയാണ് പുല്ലാങ്കുഴൽ? ഹരിപ്രസാദ് ചൗരസ്യാണ്. അപ്പോൾ ഹരിപ്രസാദ് ചൗരസ്യ, കുടമാളൂർ ജനാർദ്ദനൻ, പന്നലാൽ ഘോഷ്. അടുത്തത് ഷെഹനായി.
ബിസ്മില്ല ഖാൻ, കൃഷ്ണ ബല്ലേഷ്, ശൈലേഷ് ഭഗവത്. അപ്പം ഷെഹനായി ആരൊക്കെയാണ്? ബിസ്മില്ല ഖാൻ, കൃഷ്ണ ബല്ലേഷ്, ശൈലേഷ് ഭഗവത്. സരോദ്, അലി അക്ബർ ഖാൻ, അംജദ് അലി ഖാൻ. അപ്പം സരോദ് ആരാണ്? അലി അക്ബർ ഖാൻ, അംജദ് അലി ഖാൻ. അടുത്തത് വീണ, ചിട്ടി ബാബു, ദുരൈസ്വാമി അയ്യങ്കാർ. വീണ, ചിട്ടി ബാബു, ദുരൈസ്വാമി അയ്യങ്കാർ. മൃദംഗം, മാവേലിക്കര വേലുക്കുട്ടി നായർ, പാലക്കാട് രഘു. അപ്പം മൃദംഗമാരാണ്? മാവേലിക്കര വേലുക്കുട്ടി നായർ, പാലക്കാട് രഘു. സന്തൂർ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അപ്പോൾ സന്തൂർ ആരാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. സാരംഗി, സുൽത്താൻ ഖാൻ, രമേശ് മിശ്ര, ഷബീർ ഖാൻ, പണ്ഡിറ്റ് രാം നാരായണൻ. അപ്പോൾ സാരംഗി ആരാണ്? സുൽത്താൻ ഖാൻ, രമേശ് മിശ്ര, ഷബീർ ഖാൻ, പണ്ഡിറ്റ് രാം നാരായണൻ. സിത്താർ, പണ്ഡിറ്റ് രവിശങ്കർ, നിഖിൽ ബാനർജി, ഉസ്താദ് വിലായത് ഖാൻ. അപ്പം സിത്താർ ആരൊക്കെയാണ്? പണ്ഡിറ്റ് രവിശങ്കർ, നിഖിൽ ബാനർജി, ഉസ്താദ് വിലായത് ഖാൻ. തബല, സക്കീർ ഹുസൈൻ, അല്ലാ രഖ, അനിന്തോ ചാറ്റർജി, ശങ്കർ ഘോഷ്. ഇപ്പം തബല സക്കീർ ഹുസൈൻ, അല്ലാ രഖ, അനിന്തോ ചാറ്റർജി, ശങ്കർ ഘോഷ്. മണ്ടോലിൻ, മണ്ടോലിനാണ് യു ശ്രീനിവാസ്. അപ്പം മണ്ടോലിൻ ആരാണ്? യു ശ്രീനിവാസ്. അപ്പോൾ ഉപകരണങ്ങളും ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളും ഒന്നും കൂടെ പറയാം. പുല്ലാങ്കുഴൽ ഹരിപ്രസാദ് ചൗധരി, കുടമാളൂർ ജനാർദ്ദനൻ, പന്നലാൽ ഘോഷ്. ഷെഹനായി ബിസ്മില്ല ഖാൻ, കൃഷ്ണ ബല്ലേഷ്, ശൈലേഷ് ഭാഗവത്. സരോദ് അലി അക്ബർ ഖാൻ, അംജദ് അലി ഖാൻ. വീണ ചിട്ടി ബാബു, ദുരൈസ്വാമി അയ്യങ്കാർ. മൃദംഗം മാവേലിക്കര വേലുക്കുട്ടി നായർ, പാലക്കാട് രഘു. സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. സാരംഗി സുൽത്താൻ ഖാൻ, രമേശ് മിശ്ര, ഷബീർ ഖാൻ, പണ്ഡിറ്റ് രാം നാരായണൻ. സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ, നിഖിൽ ബാനർജി, ഉസ്താദ് വിലായത് ഖാൻ. തബല സക്കീർ ഹുസൈൻ, അല്ലാ രഖ, അഭിനന്ദോ ചാറ്റർജി, ശങ്കർ ഘോഷ്. മണ്ടോലിൻ യു ശ്രീനിവാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സംഗീത കലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളായ സ്വാതി തിരുനാൾ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ, പിന്നെ ഞെരളത്ത് രാമപൊതുവാൾ, പാലക്കാട് മണിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.